ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്ലെൻഡറിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്നാണ്. ബ്ലെൻഡർ സീരീസിൽ ഇതേ ചാനലിൽ തന്നെ 3 വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്ലെൻഡർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ ബേസിക് നാവിഗേഷൻസ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂവ് ടൂൾ എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഞാൻ പ്രസ് ചെയ്യുന്ന കീസ് ഇവിടെ സ്ക്രീൻ കാസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഒരു ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ ടൂൾ ബാറിൽ റൊട്ടേറ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഗിസ്മോ അവൈലബിൾ ആയിട്ട് വരും. അതിൽ ഓരോ ആക്സിസ് ആണ് ഓരോ ലൈനിൽ കാണിക്കുന്നത്. ഞാനിവിടെ ബ്ലൂ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ അത് ഇസഡ് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഞാനിവിടെ റാൻഡമായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുന്നു. അതിനുശേഷം എൻ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ നോക്കിയാൽ ഇസഡ് ആക്സിസ് വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് കാണാൻ പറ്റും. നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ടും ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. ഞാനിവിടെ ഇസഡ് 0 ആക്കുന്നു. എക്സ് ആക്സിസിൽ ഒരു 45 ഡിഗ്രി എൻ്റർ ചെയ്യുന്നു. അപ്പോൾ എക്സ് ആക്സിസിൽ ഇത് 45 ഡിഗ്രി റൊട്ടേറ്റ് ആയിട്ട് കാണാൻ പറ്റും. വീണ്ടും ഇത് എല്ലാം സെലക്ട് ചെയ്ത ശേഷം 0 കൊടുക്കുന്നു. റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അതിനായിട്ട് ആർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് നമ്മൾ കാണുന്ന പ്ലെയിൻ അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. നോക്കുകയാണെങ്കിൽ എക്സ് വൈ ഇസഡ് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമുക്കിത് കൺട്രോൾഡ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണം. അതിനായിട്ട് എക്സ് പ്രസ് ചെയ്താൽ അത് എക്സ് ആക്സിസിൽ മാത്രമേ റൊട്ടേറ്റ് ആവുള്ളൂ. വൈ പ്രസ് ചെയ്താൽ വൈ ആക്സിസിൽ മാത്രം, ഇസഡ് പ്രസ് ചെയ്താൽ ഇസഡ് ആക്സിസിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യാം. ഷിഫ്റ്റ് ഇസഡ് പ്രസ് ചെയ്താൽ അതേ പ്ലെയിനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഇസഡ് ആക്സിസ് തന്നെ ആയതുകൊണ്ടാണ് ഒരേപോലെ നമുക്ക് റൊട്ടേഷൻ മനസ്സിലാകുന്നത്. നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി വൈയിൽ പ്രസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വൈ ആക്സിസിൽ മാത്രം വാല്യൂ ചേഞ്ച് ചെയ്താൽ മനസ്സിലാവും. എക്സ് ആക്സിസിൽ മാത്രമായിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലാവും. അതുപോലെ ഞാനിപ്പോൾ ടോപ്പ് വ്യൂയിലേക്ക് പോകുന്നു. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇസഡ് ആക്സിസ് മാത്രമേ ചേഞ്ച് ചെയ്തിട്ട് കാണുന്നുള്ളൂ. അതിന് കാരണം നമ്മൾ കറക്റ്റ് എക്സ് വൈ പ്ലെയിൻ മുകളിൽ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. ടോപ്പ് ഓർത്തോഗ്രാഫിക് ആയിട്ട് വ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എക്സ് വൈ പ്ലെയിന് അനക്കമില്ലാത്തത്. ഞാനിവിടെ ലെഫ്റ്റിലേക്ക് പോയാൽ ഇനി റൊട്ടേറ്റ് ചെയ്താൽ എക്സ് ആക്സിസ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റൂ. കാരണം നമ്മൾ വൈ സെറ്റ് പ്ലെയിനിലാണ് ഇപ്പോൾ വ്യൂ ചെയ്യുന്നത്. ഇനി മറ്റൊരു ബേസിക് കോൺസെപ്റ്റ് എന്നുള്ളത് ഗ്ലോബൽ ആക്സിസും ലോക്കൽ ആക്സിസും എന്നിവയാണ്. അതിനായിട്ട് ഞാനിവിടെ മൂവ് ടൂൾ പ്രസ് ചെയ്താൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ആക്സിസ് ഓറിയൻറ്റേഷൻ എങ്ങനെയാണെന്ന് കാണാൻ പറ്റും. ഇവിടെ 3D വ്യൂ പോർട്ടിൻ്റെ അതേ ഓറിയൻറ്റേഷനാണ് ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റിലും കാണാൻ പറ്റുന്നത്. ഞാൻ ടോപ്പ് വ്യൂവിൽ പോയതിന് ശേഷം ഈ ഒബ്ജക്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനായിട്ട് ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇനി എൻ്റെ ലൊക്കേഷൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് പ്രസ് ചെയ്താൽ അത് എക്സിൽ മാത്രമേ മൂവ് ചെയ്യുള്ളൂ. അതിനുശേഷം ഞാൻ 5 മീറ്റർ പ്രസ് ചെയ്യുന്നു. അപ്പോൾ 5 മീറ്റർ മാറി സെയിം ഒബ്ജക്റ്റ് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിനും ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മൂവ് ടൂളാണ് കിടക്കുന്നത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ സെയിം ആണ്. വൈ ആക്സിസിൻ്റെ ഡയറക്ഷനും എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനൊക്കെ സെയിം ആണ്. ഞാനിനി ഈ ഒബ്ജക്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. അതിനകത്ത് 6 പ്രസ് ചെയ്തതിന് ശേഷം ഇസഡ് ആക്സിസ് പ്രസ് ചെയ്യുന്നു. ഇസഡ് ആക്സിസിൽ ഒരു 45 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കിയാലും അതിൻ്റെ ആക്സിസ് ഒരു ചേഞ്ച് സംഭവിച്ചിട്ടില്ല. അത് ഗ്ലോബൽ മോഡിലാണ് ഇവിടെ ട്രാൻസ്ഫോം ഓറിയൻറ്റേഷൻ കിടക്കുന്നത്. ഞാൻ അതിൻ്റെ ഓറിയൻറ്റേഷൻ ലോക്കൽ മോഡിലേക്ക് മാറുമ്പോൾ ഇതിൻ്റെ ആക്സിസ് ഒബ്ജക്റ്റിൻ്റെ റൊട്ടേഷൻ അനുസരിച്ച് മാറിയതായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ ഒബ്ജക്റ്റ് അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഗ്ലോബലിൽ എങ്ങനെയാണ് ഇരുന്നത് അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. കാരണം ഇതിൻ്റെ റൊട്ടേഷൻസ് എല്ലാം 0 ആണ്. ഞാനിവിടെ ഈ ഒബ്ജക്റ്റ് ഇനി എനിക്ക് റൊട്ടേറ്റ് ചെയ്യണം വൈ ആക്സിസിൽ. അപ്പോൾ ഞാൻ അതിനായിട്ട് ഈ ലോക്കൽ മോഡിലാണ് കിടക്കുന്നതെങ്കിൽ ഇനി ഞാൻ ആർ ഞെക്കി വൈ ഞെക്കിയാൽ ഇത് വൈ ആക്സിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളൂ. പകരം ഞാൻ ഗ്ലോബൽ മോഡിലായിട്ടിരുന്നതെങ്കിൽ ഇനി ആർ ഞെക്കി വൈ ആക്സിസ് ഞെക്കിയാൽ ഈ ഒബ്ജക്റ്റ് മറ്റൊരു ആക്സിസ് ആയിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നത്. വെച്ചാൽ ഗ്ലോബൽ ആക്സിസിലായിരിക്കും. പക്ഷേ ഈ ഒബ്ജക്റ്റിൻ്റെ ക്യൂബിൻ്റെ ഫേസിനനുസരിച്ചല്ല റൊട്ടേഷൻ നടക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോൺസെപ്റ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒബ്ജക്റ്റ് ഈ ക്യൂബ് ഇതിൻ്റെ ഫേസിനനുസരിച്ച് മൂവ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യണം, ഒരു സ്പെസിഫിക് ഡയമെൻഷൻ ഇങ്ങോട്ട് മൂവ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഗ്ലോബൽ യൂസ് ചെയ്തിട്ട് മൂവ് ടൂൾ യൂസ് ചെയ്താൽ എനിക്ക് കറക്റ്റ് ആക്സിസ് പ്ലെയിനിൽ മൂവ് ചെയ്താൽ എനിക്ക് ഇങ്ങോട്ടും മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള കൺട്രോൾഡ് ഫ്രീഡം ഇല്ല. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂവ് എടുത്തതിന് ശേഷം ഗ്ലോബലിന് പകരം ലോക്കലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ആക്സിസ് ഈ ഫേസിന് ഓറിയൻറ്റഡ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കൺട്രോൾഡ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. റൊട്ടേഷനും ഇതേ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഗ്ലോബലാണ് കിടക്കുന്നതെന്ന് വെച്ചു. ഇനി നമുക്ക് റൊട്ടേഷൻ തന്നെ ഇതേ ഫേസിന് അനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യണം. ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് 6 പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ വൈയിലാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി ഇത് ഗ്ലോബൽ വൈ ആക്സിസാണ് ആദ്യമേ പ്രസൻറ്റ് ആവുന്നത്. ഞാൻ ഒന്നുകൂടെ വൈ പ്രസ് ചെയ്താൽ അത് ഒബ്ജക്റ്റിൻ്റെ ലോക്കൽ ആക്സിസിലേക്ക് മാറുന്നതിന് ഷിഫ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഒന്നുകൂടെ വൈ പ്രസ് ചെയ്താൽ അത് യൂസർ പെർസ്പെക്റ്റീവ് പ്ലെയിനിലായിട്ട്, പിന്നെ വൈ പ്രസ് ചെയ്താൽ അത് ഗ്ലോബൽ, പിന്നെ വൈ പ്രസ് ചെയ്താൽ ലോക്കൽ.
അപ്പോൾ ഗ്ലോബൽ ലോക്കൽ യൂസർ പെർസ്പെക്റ്റീവിലായിട്ടായിരിക്കും ഷിഫ്റ്റ് ആവുന്നത്. ഇതേ കാര്യം മൂവിനും ആപ്ലിക്കബിൾ ആണ്. ഞാൻ G പ്രസ് ചെയ്തതിന് ശേഷം Y പ്രസ് ചെയ്താൽ അത് ഗ്ലോബൽ ആക്സസ് ആയി, വീണ്ടും Y പ്രസ് ചെയ്താൽ അത് ലോക്കൽ ആക്സസ് ആയിട്ട് മാറുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണെങ്കിലും ഇത് വളരെയധികം യൂസ്ഫുൾ ആണ് മോഡലിംഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ ഈ സ്കെയിലിനെ പറ്റിയുള്ള ബേസിക് കൺസെപ്റ്റ്സ് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ ഷെയർ ചെയ്യുക. നന്ദി.